ഓരോ സംരംഭകർക്കും അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒപ്പം അവർ കടന്നു വന്നിട്ടുള്ള ഒരുപാട് വഴികളൊക്കെ പറയാനുണ്ടാകും. ചിലർ സാധാരണ വീട്ടമ്മമാരാണ്. പലതും വനിതാ സംരംഭകരെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടമ്മമാരാണ്. അവർ പതുക്കെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി വലിയ സംരംഭത്തിലേക്ക് കടക്കുന്ന നിരവധി കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. വീട്ടമ്മയിൽ നിന്ന് സംരംഭകയിലേക്കുള്ള പടവുകൾ കയറിയ ഒരു വീട്ടമ്മയെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മാനന്തവാടി നഗരസഭയിലെ ലില്ലി. പശു വളർത്തലിനെ മാത്രം ആശ്രയിച്ചാണ് കോടികൾ വിറ്റുവരവുള്ള സംരംഭക എന്ന പടവുകൾ ലില്ലി കയറിയത്. ഉത്തര കേരളത്തിൽ ഇപ്പോൾ പ്രമുഖ ബ്രാൻഡ് കൂടിയാണ് ലില്ലീസ് പാൽ ഉൽപ്പന്നങ്ങൾ. വിരലിലെണ്ണാവുന്ന പശുക്കളെ വളർത്തിയാണ് തുടക്കം. ലില്ലി എന്ന സാധാരണ വീട്ടമ്മയിൽ നിന്ന് ലില്ലീസ് എന്ന സംരംഭത്തിലേക്കുള്ള വളർച്ചയ്ക്ക് പിന്നിൽ അത്യാധ്വാനത്തിന്റെ പടികളുണ്ട്. പാലിനേക്കാൾ വില പാൽ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുമെന്ന തിരിച്ചറിവാണ് ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ. ഒരു 27 വർഷം ഇപ്പൊ കറക്റ്റ് പറയുകയാണെങ്കിൽ ഫാം ആക്കിയിട്ട് ഉണ്ട്. ഞങ്ങൾ 35 വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിൽ പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 2-3-4 പശുക്കളെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ ഇത് നല്ലൊരു തോട്ടമായിരുന്നു ഞങ്ങളുടെ സ്ഥലം. അതെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു സമയത്ത് പിന്നെ നമ്മൾ ജീവിക്കാനെന്ന മാതിരി ഒരു മുഴുവൻ സമയം ഇതിലേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ട് ഫാം സ്റ്റാർട്ട് ചെയ്ത് 15 പശു ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറിയ പശുക്കളൊക്കെ ആയിരുന്നു. പിന്നെ 1-2 വർഷം കൊണ്ട് ഇതേപ്പറ്റി പഠിച്ച് കുറച്ചും കൂടി ഇതിൻ്റെ ഇൻകം കിട്ടും എന്ന പ്രതീക്ഷയിൽ നമ്മൾ നല്ല ഇനം പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് ആ 2-3 വർഷം കൊണ്ട് പിന്നെ ഇങ്ങോട്ട് ശരിക്കും ഇതിൽ തന്നെ മുഴുവൻ സമയം ഇൻവോൾവ് ആയിട്ട് നമ്മൾ ഫാമിലേക്ക് വരിക ചെയ്തത്. പശുക്കളും 30-ലേറെ കിടാരികളും ഈ ഫാമിലുണ്ട്. ഇവിടെ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്തര കേരളത്തിലെ വിപണികളിൽ സുലഭം. മോരും തൈരും വെണ്ണയും സംഭാരവും സിപ്പപ്പും കേക്കും പേടയും അങ്ങനെ 16 ഇനം വിഭവങ്ങൾ ഇവിടെ തയ്യാറാകുന്നു. ഒരു 2018 ആകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നുള്ള ഇൻകം കുറവായി തുടങ്ങി. ഫാമിൽ ഉൽപാദന ചെലവ് കൂടി, അതിനനുസരിച്ചുള്ള വരുമാനം കുറഞ്ഞു തുടങ്ങി. അതുകൂടി വന്നപ്പം എന്തായാലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കണമെന്ന് തീരുമാനിച്ച് പിന്നെ ഞങ്ങൾ അതിലേക്ക് തന്നെ വരിക ചെയ്തത്. നമ്മുടെ ഇൻകത്തിന് വേണ്ടി. പിന്നെ നമുക്ക് അപ്പോഴേക്കും പാല് ഒരു 700 ലിറ്ററിന് മേലെ പാൽ അന്നേരം ആയിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ പിന്നെ നമ്മൾ വേഗം പശുവിൻ്റെ എണ്ണമൊക്കെ കൂട്ടി 1000-ന് മീതെ പാലാക്കി. അപ്പം പിന്നെ തീർച്ചയായിട്ടും അത് ഉൽപ്പന്നങ്ങളാക്കാം എന്നൊരു. 26 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. പരോക്ഷമായി ഈ സംരംഭത്തെ ആശ്രയിക്കുന്നവരും നിരവധി. ലില്ലിയും ഭർത്താവ് മാത്യുവും മക്കളുമെല്ലാം ഇവിടുത്തെ തൊഴിലാളികളാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് മാർക്കറ്റിൽ മറ്റുള്ള ഉൽപ്പന്നങ്ങളെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് ഞങ്ങളുടേതായിരിക്കണം. ആ പേര് ഒന്നാമത് നമ്മളെ പേരിലാണ്, എൻ്റെ പേരിൽ തന്നെയാണ് സാധനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ലില്ലീസ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മോശം അഭിപ്രായം ആരും പറയരുത്, നല്ലതേ പറയാവൂ എന്നുള്ള ഇതിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്ര കഴിവ് പരമാവധി നന്നാക്കി ഉണ്ടാക്കാൻ പറ്റുന്നോ എല്ലാ സാധനങ്ങളും അതിൻ്റെ പരമാവധി നന്നായിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പശുവിൽ നിന്ന് കിട്ടുന്ന ആദായം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള ഈ ഇത്രയും വളർന്ന സംവിധാനങ്ങൾ പോലും ഇതിൽ നിന്ന് കുറേശ്ശെ വന്നിട്ടുള്ള സംവിധാനങ്ങളാണ്. ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ പശു ആണ് ഞങ്ങളുടെ എല്ലാം. പശുവിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കിയത്, വളർന്നതും ഒക്കെ. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ലില്ലി. അനവധി പേർ ഈ ഫാമിനെ കുറിച്ച് പഠിക്കാൻ എത്തുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ വയനാട്ടിൽ നിന്നുള്ള ഈ വനിതാ സംരംഭം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
ലിലി ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ അല്ലേ? ലിലീസ് പാലുൽപ്പന്നങ്ങളും ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ആ ഉൽപ്പന്നം മോശമായി കഴിഞ്ഞാൽ എൻ്റെ പേരാ മോശം. ആ ഒരു ധൈര്യം, കോൺഫിഡൻസ്, ആ ഒരു എന്താ പറയുന്നത്, അതിനോടുള്ള പ്രതിബദ്ധത, അതിനെയൊക്കെ പ്രത്യേകം അപ്രീസിയേഷൻ. അതെല്ലാവരും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനല്ലേ. പിന്നെ അത് മാത്രമല്ല, ഈ ക്ഷീര കർഷക എന്ന് പറയുമ്പോഴേ ആ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടം വരുന്നവരെ കാണാം. അപ്പോൾ അവർക്കും ഒരു പ്രചോദനമാണ്. ഇനിയും കൂടുതൽ പേർ ഈ രംഗത്തേക്ക് വരാൻ ലില്ലി ചേച്ചി ഒരു മാതൃകയാവുകയാണ്.